ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സെൻസൈഡ് ലിൻഡിലിൻ്റെ മുകളിൽ 4 വരി പടവ് കെട്ടാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ രാവിലെ വന്ന് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഇത്ര ഏരിയയാണ്. അപ്പോൾ ഇത് സൈറ്റ് വരുന്നത് മണക്കാടാണ്. അപ്പോൾ മണക്കാട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കെട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി രാവിലെ കല്ലും കാര്യങ്ങളെല്ലാം ഇറക്കി സെറ്റ് ചെയ്ത് നമ്മളെ പണിക്കാരെല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം നമ്മളൊരു കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്ന് വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ലെവലിലാണ് വന്നത്. അപ്പൊ രാവിലെ വന്ന് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. ലേബറിനായാലും റേറ്റ്, അതായത് കരാറിനായാലും വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ പല ആൾക്കാർക്കും നമുക്ക് ഈ നഷ്ടം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പടവ് കെട്ടുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണത് ചിലപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് കെട്ടി തീർക്കാം, ഇല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കെട്ടി തീർക്കാം എന്നൊക്കെ ആയിരിക്കും കാൽക്കുലേഷൻ ചെയ്യണത്. അപ്പം നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചേക്കാളും നല്ല സ്മൂത്തായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ പടവ് കെട്ടി തീർക്കാൻ പറ്റും. ഇപ്പം നമ്മളെ ഹെൽപ്പർ ഇന്ന് 3 ഹെൽപ്പറുണ്ട്, 3 മേസ്ത്രിയുണ്ട്. അപ്പം താഴെന്ന് ബാക്കിയുള്ളവർ സിമെന്റ് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കല്ലൊക്കെ വാങ്ങിച്ച് മേളിലിട്ടു. അപ്പം മേളിലിട്ടപ്പം ഞങ്ങൾ 3 മേസ്ത്രിയും കൂടി ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണക്കൂട്ടിക്കുന്നത്. കാരണം ഒരു മേസ്ത്രി ഒരു സൈഡിൽ, ഒരു മേസ്ത്രി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് സ്മൂത്തായിട്ട് നടക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർ ഈ കോർണറൊക്കെ കൈത്തല കെട്ടി നൂല് കെട്ടി പിന്നീട് കെട്ടി അടയ്ക്കും. അപ്പം ഞങ്ങൾ അങ്ങനെ ഒന്നുമല്ല ഇവിടെ ചെയ്യും. ഞങ്ങൾ 3 പേരും നിന്ന് ഓരോ വീതം കംപ്ലീറ്റും ഫിനിഷ് ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ഇവിടെ 6 ഇഞ്ച് ഹോളോ ബ്രിക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ 6 ഇഞ്ചിന്റെ കല്ല് വെച്ച് കെട്ടുമ്പോൾ നമ്മൾ ഇതിൽ സിമന്റ് മിക്സിങ് പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ചില ആൾക്കാർ 7-1 ഇടും, ചില ആൾക്കാർ 8-1 ഇടും. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇട്ട് കെട്ടുന്നത് 6-1 6 ചട്ടി പൂഴി 1 ചട്ടി സിമന്റ്. അപ്പൊ 7-1 ഇട്ട് കെട്ടിയാൽ മതി. ഈ 6 ഇഞ്ചിന്റെ ഹോളോ ബ്രിക്കൊക്കെ 7-1 വെച്ച് കെട്ടിയാൽ മതി. അപ്പൊ ക്ലയന്റ് പറഞ്ഞു സിമന്റ് കുറച്ച് കൂടുതലിട്ട് കെട്ടായി. അപ്പൊ ക്ലയന്റിന്റെ നിർബന്ധ പ്രകാരം നമ്മൾ 6 ചട്ടി മണലിന് 1 ചട്ടി സിമന്റ്, ആ ഒരു കണക്കിനാണ് നമ്മളിവിടെ കെട്ടുന്നത്. പിന്നെ നമ്മൾ ഒരു ഹെൽപ്പറിൽ നിന്ന് നമുക്ക് കല്ല് പൊക്കി തരുന്നുണ്ട്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് സ്മൂത്തായിട്ട് കെട്ടി തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫസ്റ്റ് ലൈന്, ലിൻഡിലിന്റെ മേളിൽ ഫസ്റ്റ് ലൈന് വെക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൂക്ക് കെട്ടാക്കി കറക്റ്റ് തൂക്കായിരിക്കണം. കാരണം തനിത്തൂക്ക് എന്ന് പറയുന്നത് ആ വെക്കുന്ന കല്ല് തമ്മിൽ തൂക്കണം. അത് കഴിഞ്ഞ് പടവിന്റെ ഏറ്റവും താഴെ തൂക്കണം. അങ്ങനെ തൂക്കുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് ലെവലിന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ മുഴക്കോലിടാൻ നേരത്ത് അവിടെ ഒന്നെങ്കിൽ ചാന്തിയാനം, ഈ സെന്റർ ഭാഗത്ത് ചാന്തിയാനം ഒരുപാട് കയറും. കാരണം മേളത്തെ വരി ശകലം തള്ളി നിൽക്കണമെങ്കിൽ ആകപ്പാടെ പ്ലാസ്റ്ററിങ്ങിൽ ആകപ്പാടെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫസ്റ്റ് ലൈന് കംപ്ലീറ്റും നമ്മൾ തൂക്കി തന്നെ വയ്ക്കണം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഓരോ കോളം വരുന്നുണ്ട്. അപ്പൊ ആ കോളം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ തട്ട് ലെവലിൽ കോളം അങ്ങ് അവസാനിക്കും. അപ്പൊ എന്തുകൊണ്ട് ആ കോളം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ 4 വരി ഹോളോ ബ്രിക്ക് വെച്ചാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പല ആൾക്കാരും ഇതിനു മുമ്പുള്ള വീഡിയോയിലിട്ടു 3 വരി പോരെയെന്ന്. ഒരിക്കലും നമ്മൾ എപ്പോഴും ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ തറയിൽ നിന്ന് തട്ടിൽ ഒരു ഹൈറ്റ് ഉണ്ട്, കറക്റ്റ് ആ ഹൈറ്റിൽ തന്നെ കെട്ടണം. ഈ 4 വരിയിൽ കുറയ്ക്കരുത്. കാരണം മാക്സിമം 4 വരി തന്നെ ചെയ്യണം. ഈ 4 വരി ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് കുറച്ച് ചൂട് കുറവായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അകത്ത് സീലിംഗ് ചെയ്യുന്നതെങ്കിൽ ഈ 3 വരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് സീലിംഗ് ചെയ്യുമ്പോൾ വീണ്ടും ഒരുപാട് ഹൈറ്റ് കുറയും. അപ്പൊ 4 വരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് ചെയ്താലും നമുക്ക് ഹൈറ്റ് ഒരുപാട് കുറവായിട്ട് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് 4 വരി കല്ലാണ് വെക്കുന്നത്. അപ്പൊ ഏകദേശം നമുക്കൊരു 650-700 കല്ലിന്റെ കെട്ടിവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ട് 750 കല്ലും 650 കല്ലിന്റെ കെട്ടൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ട് കെട്ടാൻ പറ്റില്ല. നമുക്ക് താഴെയാണെങ്കിൽ കെട്ടാൻ പറ്റും. ഇത് സെൻസറിന്റെ മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിപ്പോ ഇത്രയും ഭാഗം നമ്മൾ കെട്ടി തീർത്തു. പിന്നെ ഒരിടത്ത് സ്റ്റെയർ വരുന്നതാണ്. അപ്പൊ സ്റ്റെയർ വരുന്നതോടെ നമ്മൾ ഇത്തിരി ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത്. കാരണം അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, സ്റ്റെയറിന്റെ ലാൻഡിങ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വർക്ക് എടുത്ത് ചെയ്യുന്നവർ, ഈ ചില കോൺട്രാക്ടർമാർ വർക്ക് എടുത്ത് ചെയ്യുന്നവർ, നമ്മൾ പണിക്കാർ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നമുക്ക് ക്ലയന്റ് നമുക്ക് തരുന്ന ഒരു വിശ്വാസം.
അത് നമ്മൾ എപ്പോഴും നിലനിർത്തി തന്നെ കൊണ്ടുപോകണം. കാരണം നമ്മൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ക്ലയന്റ് പലതും പറയും. അങ്ങനെയല്ല, ക്ലയന്റ് എന്ത് പറയുന്നു ആ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ വീട് വെക്കുന്നത്, അവർ കാശ് മുടക്കുന്നത്. അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വീട് ചെയ്തു കൊടുക്കും. നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് ക്ലിയർ ചെയ്യും. അപ്പൊ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുരുക്കുപിടിച്ച വർക്കായിരുന്നു. കാരണം 3 ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ ഈ ബാത്റൂമിന്റെ തട്ട് ഏകദേശം താഴ്ന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ഒരു വരി കുറച്ചാണ് ഇടുന്നത്. കാരണം ഷട്ടറിങ് ചെയ്യുമ്പോൾ കാത്താണ് ഷട്ടറിങ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ വർക്ക്. അപ്പൊ ഇന്ന് നമ്മൾ 3 മേസ്ത്രി 3 ഹെൽപ്പറാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ വീട് വെക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട് പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, അതായത് നമ്മൾ മനസ്സ് വിചാരിച്ചാൽ നമുക്ക് ഒരു ടീമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിന് വർക്ക് ചെയ്യാൻ പറ്റും. കൂട്ടത്തിലുള്ളവർ ചിലപ്പം എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലും നമ്മളത് കാര്യമാക്കരുത്. നമുക്ക് നമ്മളെ കൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം വർക്ക് നമ്മൾ ചെയ്യണം. ഇന്ന് ചെയ്യുന്ന വർക്കായിരിക്കില്ല ചിലപ്പോൾ നാളെ. കാരണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പല ക്ലയന്റും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്നലെ നല്ല വർക്ക് കിടന്നു, ഇന്ന് വർക്ക് വളരെ കുറവായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് അറിയത്തില്ല. ഈ വർക്ക് എന്ന് പറയുന്നത് എന്നും ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസം ചിലപ്പോൾ ഒരു ദിവസം നല്ല വർക്കായിരിക്കും, അടുത്ത ദിവസം വർക്ക് കുറച്ച് കുറവായിരിക്കും. അതൊരിക്കലും പണിക്കാർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അത് വർക്കിന്റെ ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ പണി കുറയുന്നതും കൂടുന്നതും. അപ്പൊ ഇത് നമ്മൾ ഏകദേശം മൊത്തം 4 വരി കല്ലുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് കെട്ടി മട്ടാക്കാൻ എന്നാണ് നമ്മൾ പ്ലാനിങ്. പക്ഷെ നമുക്ക് കല്ല് കുറച്ച് ഷോർട്ടേജ് ആയിപ്പോയി. അപ്പൊ കല്ലിന്റെ ഹോളോ ബ്ലോക്ക് ഷോർട്ടേജ് ആയതുകൊണ്ട് ഒരു മേസ്ത്രിയുള്ള പണിയും കൂടി നമുക്കിവിടെ വന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ 3 മേസ്ത്രിയും കൂടി നമ്മൾ ഈ തട്ട് ലെവൽ കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തേനെ. കാരണം നമുക്ക് 100% ഉറപ്പാണ്. കാരണം ഉച്ചയായപ്പോൾ നമുക്ക് ഏകദേശം വർക്ക് നമുക്ക് ഒരുപാട് കഴിഞ്ഞു. അതായത് ഇത്രയും ഏരിയ നമുക്ക് ഉച്ചയായപ്പം കഴിഞ്ഞു. അപ്പൊ നമുക്ക് സംഭവം കല്ലിന്റെ കുറച്ച് കുറവാണ്. ഇപ്പൊ ഈ ഇത്രയും കെട്ട് നമ്മൾ കെട്ടി തീർന്നു. ഏകദേശം കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനിയുള്ളത് ഈ ഒരു റൂം, ഈ ഒരു കാണുന്ന ഒരു ബാത്റൂം. അപ്പൊ ഇത്രയും മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഇനി കെട്ടാനുള്ളൂ. പക്ഷെ കല്ലിന്റെ ഷോർട്ടേജ് ആണ്. കാരണം ഒരു കല്ല് പോലും ഇല്ല. ഇനി കല്ല് വന്നാലേ നമുക്ക് കെട്ടാൻ പറ്റൂ. കാരണം ക്ലയന്റ് വിചാരിച്ചത് ഇന്ന് കൊണ്ട് തീരില്ല. അതുകൊണ്ടാണ് ക്ലയന്റ് കല്ല് ഒരുമിച്ചിറക്കാതെ അടുത്ത ദിവസം കല്ലിറക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്ത് നിന്നത്. പക്ഷെ നമ്മളെന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന പണിക്കാർ, അതായത് നമ്മൾ ജോലിക്കാരല്ല, നമ്മളൊരു ടീം വർക്കാണ്. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അത്രയ്ക്കും സ്ട്രോങ് ആണ്. അത്രയ്ക്കും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇന്ന് കെട്ടി തീർത്തത്. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ ചെയ്യത്തില്ല. അത് 100% ഉറപ്പാണ്. പിന്നെ കുറെ ആൾക്കാരോട് ചോദിച്ചു ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഏതാണെന്ന്. ഈ മൈക്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മൈക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്ക്. ഏകദേശം നമ്മൾ ഇത്രയും കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്.